പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ ഇവിടെ ഇന്ന് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും
രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 4 ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും അതിൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും, ആ വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിനക്ക് സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെൻ്റാണ് വരണത്. ഇതിനെ ചുവട് പിടിച്ച് ഇനി 10 ദിവസം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഇതിൻ്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ്, അതുപോലെ തന്നെ പരീക്ഷണ നിലവെന്ന് പറയാം. പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോൾ കർഷകർ അത് നേരിട്ട് കൊണ്ടുപോയി പാടശേഖരത്തിൽ എല്ലാத்தைയും വിതറത്തില്ല. ആദ്യം ഒരു മാതൃക തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും. കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം, വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃക തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യേണ്ടത്. അതിൻ്റെ ആ മാതൃക തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ്. കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ്. ഇവൻ തോറ്റ കർത്താവ് തോക്കും. അത് കാരണം പത്രോസിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണ കാണാം. വല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ. ഇപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു. കർത്താവിൻ്റെ ആ ലൈൻ പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ്. അപ്പം പല കാര്യങ്ങളും പത്രോസിന് റേഷനും വിലക്കാണ് കിട്ടുന്നത്. ഭയങ്കര റേഷൻ വില എന്ന് പറയണത്. പത്രോസിനോട് പറയും, ഇതിൻ്റെ വില നീ കൊടുക്കണില്ല, ഇത് പിതാവ് സൗജന്യം ദാനം തന്നിരിക്കുന്നതാണ്, നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും. അതാണ് എൻ്റെ പിതാവ് വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറയുന്നത്. വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ കാശ് വാങ്ങിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും. അത് ഈ പത്രോസ് ആണ് ഈ മാതൃക പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളിലെ എല്ലാത്തിൻ്റെയും. ഒരു 10 ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ അത് മനോഹരമാണ്. അപ്പം ഇതിലേക്ക് പത്രോസ് 2 കാര്യം കണ്ടുപിടിച്ചു. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞ പത്രോസാണ് അന്ന് വെട്ടണത്. കർത്താവ് എൻ്റെ സഹോദരനോട് ഞാൻ എത്രമാത്രം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം. അപ്പം പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അപ്പം അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരു അപരനുണ്ടെന്ന്. വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ട്. അത് പൗലോസും അത് ഐഡിയക്കാരനാണ്. അതാണ് ഒന്ന് തെസ്സലോനിയൻസ് നമ്മൾ കാണിച്ചത്. വിശ്വാസത്തിന് സഹോദര സ്നേഹം എന്നുള്ള അപരനെ കണ്ടുപിടിച്ചത് പൗലോസാണ്. അത് അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിൻ്റെ പണിശാലയിലെ ഏകലവ്യനാണ്. കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവിൽ എപ്പോഴും പൗലോസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിമാണെന്നേ ഉള്ളൂ. പക്ഷെ പത്രോസ് ആ പഠനത്തിൽ കുറച്ച് അഡ്വാൻസായി. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. വിശ്വാസത്തിൻ്റെ നിറഭേദങ്ങളെക്കുറിച്ചും അതിൻ്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട്, അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെക്കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമാണ്. അതിലൊരു കാര്യം പറയണത് പത്രോസ് വിശ്വാസത്തിൻ്റെ
കോമ്പോണൻസിനെ കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചും പത്രോസ് പറയും. അത് നേരത്തെ ഇങ്ങനെ പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്രോസ് പറയുന്നത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ. വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും? ഇപ്പം എല്ലാവരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും? എന്ത് നമ്മളിൽ കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണത്. 2 പത്രോസിന് 1:5 ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും ഇത് വേണ്ട സംഭവം വെറുതെ വേണ്ട. എന്താ നേരത്തെ പറഞ്ഞത്? വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. വിശ്വാസം സമ്പൂർണ്ണമാക്കണമെങ്കിൽ അപ്പം എന്താണ് സമ്പൂർണ്ണമാക്കണത്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കണത്. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇവർ ലൂക്ക 17:5 പറഞ്ഞില്ലേ? ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണത്? അതെന്താണ്? ആദ്യം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. ഈ ഉടമ്പടിയിലൊക്കെ ഇത്രയും രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും ഉടമ്പടിയിൽ ആൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കളരിയിൽ സുഹൃതങ്ങൾ ഒത്തിരി മനുഷ്യർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവർ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കണ്ടത് എന്താണ്? വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ്? വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ എന്താ വെച്ചാൽ സംസ്കൃത രൂപങ്ങൾ. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെന്താണ്? പരസ്പര സ്നേഹം. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപം 2 എന്താണ്? ക്ഷമ. നമ്മളത് ഇന്നലെ കണ്ടായിരുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. സ്നേഹം തന്നെയാണ്, പക്ഷെ അതിനകത്തൊരു സഹനമുണ്ട്. അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ. അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. ഇപ്പം എന്താ ഒരു കുഴപ്പം വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കേറിയിരിക്കുന്നത്. എന്നല്ല, ഇത് യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംറ്റീവ് പ്രോജക്റ്റിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ്? 1 സ്നേഹം, അതും വിശ്വാസം തന്നെ. 2 ക്ഷമ നമ്മൾ കണ്ടു. ഇപ്പം എന്താ പറയണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികൾ. പിന്നെന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ഇപ്പോൾ സുഹൃതം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുമാത്രം സുഹൃതങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പണ്ട് നന്മ മലകൾ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളിവിടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത്. ഇപ്പോൾ നന്മ മരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് കേൾക്കണില്ലല്ലോ. ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃതത്തെ എന്താണ്? ജ്ഞാനം കൊണ്ട്. അല്ല, കേവലം ഒരു മനുഷ്യന് ഒരു സുഹൃതം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം. സുവിശേഷ സുഹൃതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം, അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ സുഹൃതം ചെയ്യുന്നത്
സുഹൃത്ത് ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ? വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല, സൈക്കിളും ഉണ്ടാകത്തില്ല. അങ്ങനെ സുഹൃത്തം ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിൽ? അതുപോലെ ജ്ഞാനമില്ല അതിൻ്റെ അകത്ത്. നമുക്ക് സുഹൃത്തം ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം പറയാം. ഇത് ഓരോ ദിവസം കേട്ടാൽ മതി. ഇപ്പം നിങ്ങൾ അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു, വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു, ഇപ്പോൾ വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു, വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ, സുഹൃതം ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ കടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.